നമസ്കാരം. എവിടെയാണ് പൊതുമരാമത്ത് മന്ത്രി? എവിടെയാണ് വികസനം? വോട്ടും വാങ്ങി മന്ത്രിക്കുപ്പായവുമിട്ട ലോകം മൊത്തം കറങ്ങി നടക്കുന്ന ഇടത് നേതാക്കളോട് പൊതുജനങ്ങൾ ചോദിക്കുന്നു. പക്ഷെ ഉത്തരമില്ല. LDF വരും, എല്ലാം ശരിയാകുമെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരുത്തനും ഇത്തരത്തിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി രംഗത്തേക്ക് വരാറുമില്ല. എല്ലാം AKG ഇല്ലത്തിന്റെ AC റൂമിലിരുന്ന സുഖവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ജനങ്ങൾ ജീവിക്കാൻ പോലും വഴിയില്ലാതെ പെടാപ്പാടുപെടുന്നു. ഇപ്പോഴിതാ ഇടുക്കിയിൽ ഒരു റോഡ് പൊട്ടിപ്പാളീസായെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. 50 ലക്ഷം രൂപ അനുവദിച്ച് 1.5 വർഷം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ചിന്നാർ 4 മൈൽ കൊച്ചുകരിന്തരുവി റോഡിനാണ് ഈ ദുർഗതി. തകർന്നു തരിപ്പണമായതിനാൽ ഈ റോഡിലൂടെ വർഷങ്ങളായി യാത്ര ചെയ്യുന്നവരുടെ നടുവൊടിയുന്ന സാഹചര്യം. എങ്കിലും ഏമാന്മാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നേയില്ല. കുട്ടിക്കാനം പുളിയൻമല മലയോര ഹൈവേയിലെ ചിന്നാർ 4 മൈലിൽ നിന്നും വാഗമൺ മൊട്ടക്കുന്നിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണ് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി യാത്ര ചെയ്യേണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് റോഡ് പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് ഇതുവഴി സഞ്ചാരികൾ വരാതെയായി. ലക്ഷം വീട് കോളനി അടക്കം 500-ലധികം കുടുംബങ്ങൾ നിത്യോപയോഗത്തിനായി ഉപയോഗിക്കുന്ന റോഡാണ് ഇത്. കൈതപ്പതാൻ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്കും പോകേണ്ട വഴിയാണ് ഇത്. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് വാഴൂർ സോമൻ MLA റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ അനുവദിക്കുകയാണ് ഉണ്ടായത്. MP, MLA എന്നിവരുടെ ഫണ്ട് ഉപയോഗിച്ച് ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പണി ചെയ്യാറുള്ളത്. എന്നാൽ ഇതിനു വിപരീതമായി കളക്ടർ അധ്യക്ഷനായ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് നൽകിയതാണ് പ്രശ്നമായിരിക്കുന്നത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് മുതൽ നിർമ്മിതി കേന്ദ്രം വീഴ്ച വരുത്തിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. കരാറുകാരന്റെയും അധികൃതരുടെയും അനാസ്ഥ കാരണം റോഡ് പണി അനിശ്ചിതമായി നീളുകയാണ്. ഉടൻ പണി തുടങ്ങിയില്ല എങ്കിൽ സമരം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. എന്നാൽ ഇക്കാര്യമൊക്കെ സർക്കാർ പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. കാരണം ഇതേ രീതിയിൽ പല ഭാഗത്തു നിന്നും പരാതികൾ പലതവണ ഉയർന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. ഒടുക്കം പറഞ്ഞു മടുത്തതോടെ നാട്ടുകാർ തന്നെ പല സ്ഥലങ്ങളിലും പിരിവിട്ട് റോഡ് പണി നടത്തിയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി വാഗമണ്ണിലെ റോഡ് അതിന് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. 15 വർഷമായി തകർന്നു കിടന്ന പൊതുമരാമത്ത് റോഡ് നന്നാക്കാൻ പൊതുമരാമത്തിനെ കൊണ്ട് സാധിക്കാത്തതിനാൽ മന്ത്രിമാരെ കൊണ്ട് ഒരു ചുക്കും നടക്കില്ലെന്ന് കണ്ട് റോഡ് നിർമ്മാണം നാട്ടുകാർ തന്നെ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. റോഡ് നാട്ടുകാർ പിരിവെടുത്താണ് ടാർ ചെയ്യാൻ തീരുമാനിച്ചത്. 90 ലക്ഷം രൂപ ചിലവിലായിരുന്നു 4 കിലോമീറ്റർ റോഡ് ടാർ ചെയ്യാൻ അവർ തീരുമാനിച്ചത്. എന്ന് വെച്ചാൽ മുഖ്യന്റെ പ്രത്യേക താല്പര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ തലപ്പത്ത് കയറിയിരുന്ന മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് നടന്നിട്ടില്ല എന്ന് ചുരുക്കം. കേരളത്തിലെ പൊതുഗതാഗത മേഖല നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ ഓരോന്നായി ഉയർന്നു പൊന്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇതിനൊന്നും മറുപടി പറയാനുള്ള സമയം നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഇല്ല എന്നത് മറ്റൊരു വസ്തുതയാണ്.